എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. ഫോട്ടോ എഡിറ്റിംഗ് സീരീസ് ആണ്. എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് റൂം ബേസിക്സ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്യാൻ കളർ ഗ്രേഡ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലൂടെ ലൈറ്റ് റൂമിലെ എല്ലാ ടൂൾസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ട് നമ്മളിന്ന് ചെയ്യുന്നത് ലൈറ്റ് ടൂളിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ടൂളില്ലാത്ത എല്ലാ ടൂൾസും നമ്മൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, വൈറ്റ്സ്, ബ്ലാക്ക്സ് ഇത്രയും ടൂൾസാണ് ലൈറ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് എക്സ്പോഷറിൽ നിന്ന് തുടങ്ങാം. എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസ് പിക്സൽസ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പോഷർ കൂട്ടുമ്പോൾ നമ്മുടെ പിക്സൽസിലുള്ള നമ്മുടെ ഫോട്ടോസിലുള്ള എല്ലാ പിക്സൽസും ബ്രൈറ്റ്നസ് കൂടും. അപ്പോൾ നമ്മൾ എക്സ്പോഷർ കുറയ്ക്കുമ്പോഴത്തേന് പിക്സലിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. അപ്പം നമ്മൾ എക്സ്പോഷർ കൂട്ടുമ്പോൾ നമുക്ക് കാണാം ഒരു വൈറ്റ് ഷെയ്ഡ് ഏറെ വരുന്നത്. അതുപോലെ നമ്മൾ എക്സ്പോഷർ കുറയ്ക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഏറെ വരുന്നതാണ്. അപ്പോൾ ഇതാണ് എക്സ്പോഷർ. അപ്പോൾ നമുക്ക് അടുത്തിട്ടുള്ള കോൺട്രാസ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കോൺട്രാസ്റ്റ് നിമിത്തമുണ്ട് നമ്മൾ കോൺട്രാസ്റ്റ് കൂട്ടുമ്പം നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള ഭാഗം ഒന്നുകൂടെ ഡാർക്ക് ആവുകയും ചെയ്യും, ബ്രൈറ്റ് ആയിട്ടുള്ള ഒന്നുകൂടെ ബ്രൈറ്റ് ആവും. അതുപോലെ നമ്മൾ കോൺട്രാസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് നമ്മളെ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ വൈറ്റ് അറിയാം, പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് ഡിമ്മ് കളറിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ നമുക്കിവിടെ സാച്ചുറേഷൻ കൂടുന്നത് കാണാം. അപ്പം ഇത്രയൊക്കെ ഉള്ളു കോൺട്രാസ്റ്റ്. അപ്പം നമുക്കിനി അടുത്തിട്ടുള്ള ഹൈലൈറ്റ്സിലേക്ക് പോകാം. അപ്പോൾ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് വരുന്ന ഭാഗമായിരിക്കും ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ആ മണ്ടയിലുള്ള ആകാശമാണ് ഹൈലൈറ്റ്സ് ഇവിടെ. അപ്പം നമുക്കിവിടെ ഹൈലൈറ്റ്സ് കൂട്ടി നോക്കാം. ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ഭാഗം മാത്രമായിട്ട് ബ്രൈറ്റ്നസ് കൂടുന്നത്. നമ്മൾ ഹൈലൈറ്റ്സ് കുറയ്ക്കുമ്പോൾ ആ ഭാഗം ഒന്നും ഡാർക്ക് എന്നും കാണാം. അപ്പോൾ ഇത്രയുള്ള ഹൈലൈറ്റ്സ്. നമുക്കിനി അടുത്തത് ഷാഡോസിലേക്കും. ഷാഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഴല്. അപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്കൊപ്പം നിഴല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളിപ്പം ഷാഡോസ് കൂട്ടുമ്പോൾ ആ നിഴല് വന്നിരിക്കുന്ന ഭാഗങ്ങളുടെ ബ്രൈറ്റ്നസ് ഒന്ന് കൂടും, എന്നാൽ ഇച്ചിരൂടെ ഹൈലൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഷാഡോസ് കുറയ്ക്കുമ്പോൾ ആ ഭാഗം ഇച്ചിരൂടെ ഡാർക്കായിട്ട് വരും. അത്രയുള്ളൂ ഷാഡോസ്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ടൂളായ വൈറ്റ്സിലേക്ക് പോകും. വൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് പിക്സൽസിലെ വൈറ്റ് പിക്സൽസിൻ്റെ ബ്രൈറ്റ്നസ് കൂടും വൈറ്റ്സ് കൂട്ടുമ്പം. അതുപോലെ വൈറ്റ്സ് കുറയ്ക്കുമ്പം ആ വൈറ്റ് പിക്സൽസിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. അത്രയാണ് വൈറ്റ്സ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബ്ലാക്സിൻ്റെ അകത്തും നമ്മുടെ ബ്ലാക്സ് പിക്സൽസിൻ്റെ ബ്രൈറ്റ്നസ് കൂടും ബ്ലാക്സ് കൂട്ടുമ്പോൾ. അതുപോലെ ബ്ലാക്ക് പിക്സൽസിൻ്റെ ബ്രൈറ്റ്നസ് കുറയും നമ്മൾ ബ്ലാക്സ് കുറയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ലൈറ്റ് ടൂളിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞാൽ ടോൺ കർവാണ്. ടോൺ കർവിൻ്റെ വീഡിയോ നമ്മൾ പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.